ടാഗോറും സുഭാഷ് ചന്ദ്രബോസും വിഭാവനം ചെയ്ത സ്വതന്ത്ര ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഭയത്തിന്റെ കറുത്ത നിഴലുകൾ പടരുകയാണ്. പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ വിപ്ലവീര്യം തുടിക്കുന്ന ഹൃദയം. പക്ഷേ ഇന്ന് അവിടെ ചോരയും കണ്ണുനീരും നനഞ്ഞ തെരുവുകളായി മാറിയിരിക്കുന്നു. ബാലറ്റിലൂടെ മാറ്റം വരുമെന്ന് വിശ്വസിച്ച ഒരു ജനതയ്ക്ക് മുന്നിൽ ബുൾഡോസറുകളുടെ മുരൾച്ച കൊണ്ട് മറുപടി നൽകുന്ന ഈ രാഷ്ട്രീയ ക്രൂരത ജനാധിപത്യത്തിന്റെ ഉത്സവമല്ല, മറിച്ച് സംസ്കാരത്തിന്റെ ശവദാഹമാണ്. വോട്ടെണ്ണലിന് ശേഷം ഫലം പുറത്തു വന്നതോടെ ബംഗാളിന്റെ ആകാശം രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ കറുത്ത പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നു. BJPക്ക് അനുകൂലമായി കാറ്റുവീശിയ ഇടങ്ങളിലെല്ലാം ഇന്ന് നിലവിളികളാണ്. ഇത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് വിജയമല്ല, മറിച്ച് അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള ആസൂത്രിത നീക്കമാണ്. കൊൽക്കത്ത മുതൽ മുർഷിദാബാദ് വരെ ബംഗാൾ ഇന്ന് കത്തുകയാണ്. തോറ്റവന്റെ വേദനയല്ല, ജയിച്ചവന്റെ പകയാണ് ഇന്ന് ബംഗാളിനെ ഭരിക്കുന്നത്. കൊൽക്കത്തയുടെ ഹൃദയമിടിപ്പായ ന്യൂ മാർക്കറ്റിലേക്ക് ഒന്ന് നോക്കൂ. 1800കളിൽ സ്ഥാപിതമായ ബംഗാളിന്റെ ചരിത്രമുറങ്ങുന്ന ഈ പൈതൃക കേന്ദ്രം ഇന്ന് ഒരു ശ്മശാന തുല്യം വിജനമാണ്. ആസൂത്രിതമായ ആക്രമണങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ യുവജന വിഭാഗം ഓഫീസിന് നേരെ BJPയുടെ വിജയ റാലിക്കിടെ ബുൾഡോസറുകൾ ഇരച്ചു കയറി. ബുൾഡോസർ എന്ന പ്രതീകം ആദ്യമായി ദേശീയ ശ്രദ്ധ നേടിയത് ഉത്തർപ്രദേശിലായിരുന്നു. കുറ്റവാളികൾക്കെതിരായ കർശന നടപടി എന്ന പേരിലാണ് ഇത് അരങ്ങേറിയത്. കുറ്റകൃത്യവുമായി ബന്ധമുള്ളവരുടെ കെട്ടിടങ്ങൾ ഇടിച്ചു നീക്കിയ ഈ രീതി പിന്നീട് രാഷ്ട്രീയമായി മാറി. ബുൾഡോസർ ജസ്റ്റിസ് എന്ന പേരിൽ പരസ്യ പ്രചാരണത്തിനും വോട്ട് ബാങ്കിങ്ങിനും രാഷ്ട്രീയത്തിനും ഉപയോഗിക്കപ്പെട്ടു. BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ട ഈ ബുൾഡോസർ രാഷ്ട്രീയമാണ് ഇന്ന് ബംഗാളിന്റെ മണ്ണിലും വേര് പിടിക്കുന്നത്. കൊള്ളയടിക്കപ്പെടുമോ എന്ന ഭയത്താൽ ഞങ്ങൾ കടകൾ അടക്കുന്നു എന്ന് കച്ചവടക്കാരൻ ക്യാമറയ്ക്ക് മുന്നിൽ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറയുന്ന ഒരു രംഗം ബംഗാളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. അതെല്ലാം വിരൽ ചൂണ്ടുന്നത് ബംഗാൾ നേരിടുന്ന ഒരു അരാജകത്വത്തിലേക്കാണ്. ആക്രമണം കെട്ടിടങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. മുർഷിദാബാദിലെ ചരിത്രപ്രധാനമായ ലെനിൻ പ്രതിമ തകർക്കപ്പെട്ട സംഭവം ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ മാത്രം ചിത്രമല്ല. ദേശീയ തലത്തിൽ ജനാധിപത്യത്തെക്കുറിച്ച് വാചാലരാവുന്ന BJP തങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ പയറ്റുന്നത് ഫാസിസ്റ്റ് പ്രവണതകളാണ്. വിജയിച്ചു എന്ന കാരണത്താൽ എതിരാളിയുടെ രാഷ്ട്രീയ ഇടങ്ങൾ ഇല്ലാതാക്കുന്നത് ഹീറോയിസം അല്ല, മറിച്ച് ഭീരുത്വമാണ്. തൃണമൂൽ കോൺഗ്രസ് ഇതിനെ ഗുണ്ടാരാജ് എന്ന് വിശേഷിക്കുമ്പോൾ ജനാധിപത്യ വിശ്വാസികൾക്ക് അതിനെ തള്ളിക്കളയാനാവുകയുമില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ എവിടെയാണ്? പശ്ചിമ ബംഗാൾ ഗവർണറും ഇലക്ഷൻ കമ്മീഷനും ഈ ആക്രമണങ്ങൾ തടയുന്നത് ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. കേന്ദ്രസേനയെ വിന്യസിക്കാൻ ഉത്തരവിടുമ്പോഴും ഗ്രൗണ്ടിൽ ആക്രമികൾ താണ്ഡവമാടുകയാണ്. സംരക്ഷകർ നിഷ്ക്രിയരാകുമ്പോൾ ആക്രമികൾക്ക് അത് കൂടുതൽ കരുത്തു നൽകുന്നു. അധികാരത്തിന്റെ തണലിൽ നിയമം കയ്യിലെടുക്കുന്നവർക്ക് മുൻപിൽ ജനാധിപത്യ സംവിധാനങ്ങൾ മുട്ടുമടക്കുന്നത് ലജ്ജാകരമാണ്. ഇവിടെ അധികാരം എന്നത് സേവിക്കാനുള്ള ഉത്തരവാദിത്തമല്ല, മറിച്ച് അടിച്ചമർത്താനുള്ള ആയുധമായി മാറിയിരിക്കുന്നു. ബംഗാളിലെ ഈ സ്ഥിതിഗതികൾ കേരളം ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങൾക്കും ഒരു വലിയ പാഠമാണ് നൽകുന്നത്. വോട്ടെണ്ണൽ അവസാനിച്ചാൽ രാഷ്ട്രീയം അവസാനിക്കണം, ഭരണം തുടങ്ങണം. എന്നാൽ രാഷ്ട്രീയ പകപോക്കലുകൾക്ക് അന്ത്യമില്ലാത്തൊരിടത്ത് വികസനമില്ല, അവിടെ ഭീതിയാണ് വളരുന്നത്.